നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. പ്രോട്ടോകോളും ജീവനക്കാരുടെ കുറവുമാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തൽ. നെടുമങ്ങാട്ടെ നവജാത ശിശുവിന്റെ മരണത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സമിതി. മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെയും ചികിത്സാ പിഴവ് ആരോപണം. കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച CPM വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് MP ഗോവിന്ദൻ. ആരോഗ്യമന്ത്രിയെ പ്രതിപക്ഷം വേട്ടയാടുകയാണെന്ന് സജി ചെറിയാൻ. സിസ്റ്റം പരാജയമെങ്കിൽ മന്ത്രിയും മന്ത്രിസഭയും മാറണമെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വേഗത്തിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കേരളത്തിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി നാളെ. ഞാനെടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തൊരു സാധനം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. കാസർഗോഡ് ആത്മഹത്യ ചെയ്ത ജസീല നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമെന്ന് കുടുംബം. സ്വർണ്ണ മോഷണ ആരോപണമുയർത്തി അയൽവാസികളും പോലീസും നിരന്തരം അപമാനിച്ചെന്ന ആരോപണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. ആലിൻ ഷെറിന് രാജ്യത്തിന്റെ ആദരം. പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. അവയവദാനത്തിന് പുതിയ സന്ദേശമായി മാറിയെന്ന് മോദി. സുപ്രീംകോടതി വിധിയിലും പത്തി മടക്കാതെ ഡൊണാൾഡ് ട്രംപ്. ആഗോള തീരുവ 15% ഉയർത്തുമെന്ന് പ്രഖ്യാപനം. ഇന്ത്യയുടെ വ്യാപാര കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടായേക്കും. ചർച്ചകൾ നാളെ മുതൽ. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ദക്ഷിണാഫ്രിക്ക. സഞ്ജു സാംസൺ കളിക്കാൻ സാധ്യതയില്ല. വാർത്തയിലേക്ക് വിശദമായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രോട്ടോകോൾ പാലിക്കാനാകാത്തതും ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. ഉപകരണങ്ങളെല്ലാം ഉണ്ടായെന്ന് സ്ക്രബ് നഴ്സിനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഡോക്ടർ തുന്നൽ ഇട്ടത്. ശസ്ത്രക്രിയ സമയത്തെ സർജൻസ് നോട്ട് കൃത്യമാണെന്നും ഈ സമയം സ്ക്രബ് നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയും. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കൃത്യമായി ആരാണ് പ്രതി, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് ചികിത്സാ പിഴവ് പറ്റിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ അതായത് ഡോക്ടർ കൃത്യമായി ചോദിച്ചു, സ്ക്രബ് നഴ്സിനോട് ചോദിക്കുന്നു ഉപകരണങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. നഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തുന്നിയത്, അതായത് ഈ ഒരു ശസ്ത്രക്രിയ അവസാനിപ്പിച്ച് തുന്നലിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ എങ്ങനെ ഈ ഒരു ആർട്ടറി ഫോർസെപ്സ് അല്ലെങ്കിൽ കത്രിക അകത്തേക്ക് വന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനൊപ്പം തന്നെ ശസ്ത്രക്രിയ സമയത്ത് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കാൻ തക്ക രീതിയിലുള്ള ഈ ഒരു സ്റ്റാഫുകളുടെ സ്ട്രെങ്ത്തിൽ കുറവുണ്ടായിരുന്നു. ഒപ്പം ഈ ഒരു സ്ക്രബ് നഴ്സിന് തൊട്ടടുത്ത മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് കൂടി പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. പക്ഷേ ഈ ഒരു കത്രിക എങ്ങനെ രോഗിയുടെ അകത്തേക്ക് വയറ്റിനകത്തേക്ക് എത്തി എന്ന കാര്യത്തിൽ കൃത്യമായ ചോദ്യമില്ല, ഉത്തരമില്ല. അതിനൊപ്പം തന്നെ ഇതിൽ എങ്ങനെ ആരുടെ ഭാഗത്തുനിന്നാണ് പിഴവ്, ഡോക്ടറുടെ ഭാഗത്തു നിന്നാണോ അല്ലെങ്കിൽ നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു കത്രിക 5 വർഷത്തോളം കാലം ഈ ഒരു രോഗിയുടെ അകത്ത് കുടുങ്ങിക്കിടന്നത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. മാത്രമല്ല 2020 നടന്ന ശസ്ത്രക്രിയയാണ്
സംഭവമാണ്. അതിപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു, 6 വർഷത്തോളം അടുക്കുന്നു. ആ സമയത്തടക്കം ഇത്രയും സമയം എന്തുകൊണ്ട് ഈ ഒരു സംഭവം കണ്ടെത്തിയില്ല? ഒരു ശസ്ത്രക്രിയയുടെ സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതെയാകുന്നു. കാരണം ഇതിനെല്ലാം കണക്കുള്ള ഒരു വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള സമയത്തടക്കം ഈ ഒരു ഉപകരണം കാണാതായതിലടക്കം എന്തുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കൃത്യമായ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണമോ നടന്നില്ല എന്ന കാര്യത്തിലടക്കം വ്യക്തതയില്ല. എന്ത് തന്നെയായാലും ഈ ഒരു കത്രികയുടെ കാലപ്പഴക്കം അന്വേഷിക്കാൻ, അതിന്റെ കാലപ്പഴക്കം മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ കത്രിക പോലീസിന് കൈമാറിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയുടെ അടക്കം ഫലമായി ഇതിന്റെ കാലപ്പഴക്കം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇതിൽ എന്താണ് നടന്നത്, അതായത് പോലീസ് ഇപ്പോൾ വകുപ്പ് മേധാവിയും ഒപ്പം തന്നെ ഈ ഒരു ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറെയും നഴ്സിനെയും പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആരോഗ്യവകുപ്പിന്റെ കൈകഴുകൽ നയമാണോ ഈ ഒരു റിപ്പോർട്ടിലും ഉള്ളത് എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് നടപടി ഡോക്ടർക്കെതിരെയും നഴ്സിനെതിരെയും എടുക്കുമെന്ന കാര്യത്തിൽ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ എങ്ങനെ ഈ കത്രിക അകത്തേക്ക് വന്നു എന്നതിൽ ആരോഗ്യവകുപ്പിന് കൃത്യമായ ഉത്തരമില്ല എന്നതുകൂടിയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഉഷ ജോസഫ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തെടുത്ത കത്രിക അമ്പലപ്പുഴ പോലീസിന് കൈമാറി. വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഓപ്പറേഷനുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ പർവ്വതീകരിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡോക്ടർ പറഞ്ഞതിനെ സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടെ നിലപാട് സ്വീകരിച്ചത് കണ്ടിന്യൂസ് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ള ഒരു സംഭവമാണ്. മറ്റതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇതിന് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? അല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ? ഒറ്റപ്പെട്ട സംഭവം. വളരെ 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 ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാ. അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. അത് ഡോക്ടറുടെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് ഗവൺമെന്റ് യോജിപ്പില്ലല്ലോ. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ചതിനെ വിമർശിച്ച MV ഗോവിന്ദൻ. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ. ഈ നില തുടർന്നാൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആരോഗ്യരംഗത്തെ സിസ്റ്റം പരാജയമാണെങ്കിൽ മന്ത്രിയും മന്ത്രിസഭയും മാറണമെന്ന് രമേശ് ചെന്നിത്തല. 10 വർഷമായി സിസ്റ്റം നേരെയാക്കാൻ സാധിച്ചില്ല. ഡോക്ടർമാരുടെ സമരത്തിന് നേർക്ക് സർക്കാർ കണ്ണടയ്ക്കുകയാണ്. ആശുപത്രികളിൽ ആര് ചെന്നാലും ഡോക്ടർമാരില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതൊന്നും പരിഹരിക്കാതെ നാട് മുഴുവൻ ബോർഡ് വെച്ച് വീമ്പ് പറയുകയാണെന്നും കോടികൾ മുടക്കിയുള്ള PR പ്രചാരണം ജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സിസ്റ്റത്തിന്റെ ഫെയിലുവർ മാറ്റണമെങ്കിൽ മന്ത്രി തന്നെ മാറിയേ മതിയാകും. ഈ മന്ത്രിസഭ തന്നെ മാറിയേ മതിയാകും. 10 വർഷമായിട്ട് സിസ്റ്റമിക് കറക്ഷൻസ് വരുത്താൻ കഴിയാത്ത ആളുകൾക്ക് ഇനി എന്നാണ് സിസ്റ്റത്തെ നന്നാക്കാൻ കഴിയുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. ഇപ്പോൾ ഡോക്ടർമാർ കുറേ ദിവസമായി സമരത്തിലാണ്. രോഗികൾ ചെന്നാൽ ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ ഒരു പരിചരണവും ലഭിക്കുന്നില്ല. എന്നാൽ അവരോട് ചർച്ച ചെയ്ത് അവരുടെ ശമ്പള കുടിശ്ശിക കൊടുക്കാമെന്നും മറ്റാനുകൂല്യങ്ങൾ പരിഗണിക്കാമെന്നും പറയാനുള്ള മര്യാദ പോലും കാണിക്കാതെ സമരം ചെയ്യുന്ന ഡോക്ടർമാർ സമരം ചെയ്യട്ടെ, രോഗികൾ അനുഭവിക്കാനുള്ളത് അനുഭവിക്കട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റും ആരോഗ്യമന്ത്രിയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് ചെന്നാലും ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നില്ല. രാജ്യം മുഴുവൻ ബോർഡ് വെക്കുകയും തെരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള വിവരം സർക്കാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളിയാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. റീത്ത് വെച്ചുള്ള സമരം CPMന്റെ രീതിയാണ്. അത് സ്വീകരിക്കേണ്ട എന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ചെന്നിത്തല പറഞ്ഞു. റീത്ത്
വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്ന സാധാരണഗതി CPM ആണ്. അപ്പോൾ അവരുടെ ഒരു ശൈലി നമ്മൾ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അല്ലാതെ തന്നെ പ്രതിഷേധിക്കാൻ കഴിയുമല്ലോ. കഴിഞ്ഞ ദിവസം MN വിജയൻ്റെ മകൻ്റെ വീടിൻ്റെ മുമ്പിൽ റീത്ത് വെച്ചു. അപ്പോൾ അത്തരം നടപടികൾ നമുക്ക് വേണോ വേണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് മന്ത്രി സജി ചെറിയാൻ. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു പ്രതിഷേധം. ഇത്രയും വേട്ടയാടപ്പെടുന്ന മറ്റൊരു മന്ത്രിയില്ല. റീത്ത് വയ്ക്കുന്നത് ശവത്തിനാണ്. ജീവനുള്ള ഒന്നിനും റീത്ത് വയ്ക്കാറില്ല. വെറുതെ ചൊറിഞ്ഞുകൊണ്ട് വരരുതെന്നും സജി ചെറിയാൻ മുന്നറിയിപ്പ് നൽകി. അതിന് പിന്തുണ കൊടുത്ത് അത് ശരിയാണെന്ന് വാദിക്കുന്ന വാദത്തോട് ഇതൊന്നും കേരളത്തിൽ ഭൂഷണമല്ല. അവരോട് അഭിപ്രായ വ്യത്യാസം മൈക്ക് വെച്ച് എഴുതി അവർ എന്തും പറഞ്ഞു, അവിടെ പ്രവർത്തനത്തെ പറ്റി മോശമാണ് അത് പറഞ്ഞു. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമല്ല. ഈ കാര്യത്തിൽ അവർക്കൊരു മതം ഇതിലും ഓരോ സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ് വകുപ്പ് എത്ര പേരെ കേരളത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ നിന്ന് തുള്ളിത്തൊന്നും വരും. ഒരു സ്ത്രീയാണെന്നുള്ള സാമാന്യ പരിഗണന. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂർത്തിയാക്കാത്ത പദ്ധതികളെന്ന് കോൺഗ്രസിന്റെ വിമർശനം. പത്തനംതിട്ടയിൽ നടത്തിയെന്ന് അവകാശപ്പെട്ട പദ്ധതികളുടെ വീഡിയോ പുറത്തുവിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വീഡിയോ ചിത്രീകരിച്ചത്. മാത്രം ഇന്നലെ തേച്ചെടുത്ത് ഇന്നലെ വൈറ്റ് വാഷ് അടിച്ചു. ബാക്കി വശത്തൊന്നുമില്ല. കണ്ടോ, നോക്കാം. ഇത് നോക്കിക്കേ, ടേപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് ഈ വൈറ്റ് വാഷ് അടിച്ചു. ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് വൈറ്റ് വാഷ് കാണിച്ചു. ഒരു പാരലൽ റോഡ് സംവിധാനമില്ലാതെ 20 ദിവസമായി കോൺക്രീറ്റ് പൊടിച്ചിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രി ഈ സാധനം കിടക്കും. അവിടെ ഉദ്ഘാടനത്തിന് ബസ് അടിക്കാൻ പോവാം. കണ്ടോ, ഇതാണ് അങ്ങോട്ട് നോക്കാം. മുട്ടാത്ത മേൽപ്പാലം. അതിന് ഉദ്ഘാടനത്തിന് ജനസിനായപ്പോ തന്നെ മുട്ടാത്ത മേൽപ്പാലം. 7-8 വർഷമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് പാരലൽ റോഡ് സംവിധാനം പോയി ഇവിടെ മൊത്തം ശ്വാസകോശ രോഗങ്ങളോട് വലയുക. രോഗികളെ അവിടെ ആശുപത്രി ചെന്നാൽ അവിടെ ചികിത്സയില്ല. ആരോഗ്യമന്ത്രിയുടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന പരാതി. അപകടത്തിൽ ഒടിഞ്ഞ കൈ ചികിത്സയ്ക്ക് ശേഷം വളഞ്ഞുവെന്നാണ് ആരോപണം. കൈ നിവർത്തണമെങ്കിൽ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം. മലപ്പുറം ചാത്തങ്ങോട്ടുപുറം സ്വദേശി സുരേന്ദ്രനാണ് ഈ ദുർവിധി. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന ഒന്നാണ് വണ്ടൂർ ചാത്തങ്ങോട്ടുപുരം സുരേന്ദ്രന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിവെച്ചു. ബാൻഡേജ് ഇട്ടില്ല, പകരം കൈ കെട്ടിവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ റെറ്റിനായിരുന്നു തകരാറ്. അവിടെ ചെറിയ ഒരു ഒടിവുണ്ടായിരുന്നു. എക്സ്റേയിലൊക്കെ അത് വ്യക്തമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ കൈ കെട്ടിവെച്ച് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൈ അല്പം വളഞ്ഞിരിക്കുന്നതായി കണ്ടു. തുടർന്ന് കെട്ട് പൊട്ടിച്ച് വീണ്ടും കൈ പ്ലാസ്റ്റർ ഇട്ട് ദിവസങ്ങളോളം ചികിത്സയ്ക്ക് അദ്ദേഹം ചെല്ലേണ്ടി വന്നു. പിന്നീട് ഈ പ്ലാസ്റ്റർ പൊട്ടിച്ച് നോക്കുമ്പോഴും കൈ പഴയ പോലെ തന്നെ വളഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് നമ്മളെ കൈ കെട്ടിവിട്ടു കാരണം കൈ പൊട്ടിയിട്ടും പിന്നെ കൈ കെണുപ്പൊന്നും പോന്നിരുന്നു. എന്നിട്ട് അവർ കെട്ടിയിട്ട് നമ്മളെ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിട്ട് കെട്ടി പറഞ്ഞേച്ചു. അതുപോലെ 3 പ്രാവശ്യം അഴിച്ച് കെട്ടിയിട്ട് പറഞ്ഞയച്ചു. 4ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ 4ാമത്തെ ആഴ്ച അവർ പറഞ്ഞ് കൈ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് വേർപെടുത്തിയതിന് ശേഷം ഇപ്പോഴാണ് അവർ പ്ലാസ്റ്റർ ഇട്ടിരുന്നത്. ഒരു ഹോട്ടൽ നടത്തുകയാണ് ഇവരുടെ ഉപജീവന മാർഗം. മുൻപ് പൊറോട്ടയൊക്കെ സ്വന്തമായിട്ടാണ് ഇയാൾ അടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതായത് കൈ വളഞ്ഞതുകൊണ്ട് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരാളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. നേരത്തെ തന്നെ ഒരു ആശുപത്രിയിൽ
കാണിച്ചിരുന്നെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ കൈ നേരെയാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പിന്നീട് കണ്ട ഡോക്ടർമാരൊക്കെ തന്നെ പറയുന്നത്. എന്താണെങ്കിലും സർക്കാർ ആശുപത്രിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലുണ്ടായ ഒരു പിഴവാണ് തന്റെ കൈ ഇങ്ങനെ വളഞ്ഞു പോകാനുള്ള കാരണമെന്നാണ് സുരേന്ദ്രൻ ആരോപിക്കുന്നത്. ഇതേച്ചൊല്ലി നമ്മൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പക്ഷെ അവർ ഇക്കാര്യത്തെക്കുറിച്ച് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അന്വേഷിച്ച് മറുപടി പറയാമെന്നൊരു നിലപാടാണ് പങ്കുവച്ചിട്ടുള്ളത്. അഖിലോട്ട് പറയുമ്പോൾ CV അനുമോദ്, ന്യൂസ് 18. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന് ഗുരുതര വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിന് കാലതാമസമുണ്ടായി. സിസേറിയന് നേരത്തെ തീരുമാനം എടുക്കാമായിരുന്നുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 ഡോക്ടർമാർ അടങ്ങുന്ന അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയും. കാസർഗോഡ് നാലത്തടുക്കയിൽ 24-കാരി ജീവനൊടുക്കിയതിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ജസീല ജീവനൊടുക്കിയതെന്നാണ് ആരോപണം. അപമാനം സഹിക്കവയ്യാതെ ജസീല നിരപരാധിത്വം വെളിപ്പെടുത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലത്തടുക്കിയിലാണ് 24-കാരിയായ ജസീല മോഷണ കുറ്റമാരോപിച്ച് മനംനൊന്ത് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബ രംഗത്തെത്തി. പോലീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഇവർ ഉന്നയിക്കുന്നത്. അതായത് വീടിന് സമീപത്തുള്ള ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും 9.5 പവനോളം സ്വർണം കാണാതാകുന്നു. അത് ജസീലയാണ് മോഷ്ടിച്ചതെന്ന് ആരോപിച്ച് ഇവർ ആദൂർ പോലീസിൽ പരാതി നൽകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് ജസീലയെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ അതിൽ തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നീട് ജസീലയെ വിട്ടേക്കുന്ന സാഹചര്യമാണുണ്ടായത്. പക്ഷേ ഇവർ പറയുന്നത് അത്തരം ചോദ്യം ചെയ്യലിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ലെന്നാണ്. തന്നെ മാനസികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടായി. അതുമാത്രമല്ല, താൻ നിരപരാധിയാണ്, താൻ ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇവർ ജീവനൊടുക്കുന്നതിന് മുമ്പ് ദൃശ്യം ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയിരുന്നു. വളരെ വൈകാരികമായ രീതിയിലാണ് ആ ദൃശ്യത്തിലൂടെ അവർ തൻ്റെ നിരപരാധിത്വം പറയുന്നത്. തനിക്ക് 2 ചെറിയ മക്കളുണ്ട്, ആ മക്കളുടെ ഭാവി ഇനി എന്താകും, മോഷ്ടാവിൻ്റെ മക്കൾ എന്നല്ല അറിയപ്പെടൽ, തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഇത്തരത്തിൽ ക്രൂശിക്കുന്നു എന്ന തരത്തിൽ വലിയ തോതിൽ 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് ഇവർ ജീവനൊടുക്കിയത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തു എന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് പോയിട്ട് റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞില്ല കാര്യം. എൻ്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ജസീല നിരപരാധിയാണ്. ജസീല വീട്ടിലെത്തിയും ഈ വിഷമം തന്നോട് പങ്കുവെച്ചുവെന്ന് മാതാവ് പറയുന്നുണ്ട്. സഹോദരൻ്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ തുടരന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം ആദൂർ പോലീസിൽ നിന്നുണ്ടായ ദുരനുഭവം അത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. പോലീസ് വിളിപ്പിച്ചിന്. അത് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പിന്നെ എടുത്തിട്ടാ എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ ഒരാൾ തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പം ഞാനും കൊണ്ട് പോലീസ് നായനൊക്കെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല. അത് അന്ന് തന്നെ കൊണ്ടുവരുന്നത് ചെയ്തു. പിന്നെ ഓർമ്മ തേടുന്ന ഓണം ഭീഷണിപ്പെടുത്തി. ഈ മെച്ച ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന് പൊങ്ങും വന്നിന് ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞിട്ട് ബാണ്ട ഉള്ള DNA ടെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ബേജാറായിട്ട് ആൾ പാപ്പം ആരെയും പറയാല അങ്ങനത്തെ പെണ്ണ്.
കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസീലയെ സ്വന്തം വീട്ടിൽ ഇത്തരത്തിൽ വിഷം കഴിച്ച നിലയിൽ അവശ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ജസീല മരണപ്പെടുന്നത്. എന്തായാലും ഇവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും വലിയ തോതിലുള്ള ഇവർക്ക് മാനസിക സമ്മർദ്ദമുണ്ടായി. അതോടൊപ്പം ഈ സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ആൺസുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെയാണ് ഇവർ ജീവനൊടുക്കുന്നത് എന്ന രീതിയിലുള്ള ദൃശ്യമുണ്ട്. അതോടൊപ്പം ഇവരുടെ സഹോദരൻ്റെയും ബന്ധുവിൻ്റെയും മൊഴി ഉണ്ട് ഈ കാര്യത്തിൽ. അതുമാത്രമല്ല, ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മജിസ്ട്രേറ്റിൻ്റെ നിന്നും രഹസ്യമൊഴി ഇവർ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിർണായക വിവരങ്ങൾ ജസീല പങ്കുവച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം. അതായത് ചെയ്യാത്ത കുറ്റത്തിന് തങ്ങളുടെ മകളെ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിച്ചതിൽ വസ്തുത കണ്ടെത്തണം. ഇത്തരമൊരു ആരോപണം എന്തിനാണ് ഇവർ ഉന്നയിച്ചതെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദൂർ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി, അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ എം.വി. ഗോവിന്ദൻ. തന്ത്രിയൊക്കെ പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളെന്ന് എം.വി. ഗോവിന്ദൻ പറയുന്നു. പോറ്റിയെ കയറ്റിയത് കെ.സി. വേണുഗോപാൽ എന്നായപ്പോൾ മാധ്യമങ്ങളും കോൺഗ്രസും മൗനം പാലിച്ചെന്നും അദ്ദേഹം വിമർശിച്ചു. പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോറ്റിയേക്ക് വെച്ചതാരാ 14 കൂടി ചോദിച്ചില്ലേ? നിരാരാ ഉത്തരം നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പാ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? കെ.സി. വേണുഗോപാലിനാണപ്പാ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല, ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, ഒരു യുദ്ധമില്ല. അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും ബി ജെ പി സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല. എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്, സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം. ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്ത്. ശബരിമല വിഷയത്തിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്, ഇതിന് ജനം ചുട്ട മറുപടി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. കൊള്ളയ്ക്ക് പിന്നിലെ വൻ തോക്കുകളെ സംബന്ധിച്ച് ഹൈക്കോടതി സൂചന നൽകിയിട്ടും SIT അനങ്ങിയില്ലെന്ന് വിമർശിച്ച ചെന്നിത്തല CPM നോമിനിയായിരുന്ന PS പ്രശാന്ത് ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും കുറ്റപ്പെടുത്തി. CPM-ന്റെ നോമിനിയായിരുന്ന PS പ്രശാന്ത് ഈ കാര്യത്തിൽ ഗുരുതരമായ തെറ്റ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു കൊണ്ട് പ്രശാന്ത് നടത്തിയ ഗുരുതരമായ തെറ്റുകൾ, ബോർഡ് എടുത്ത തീരുമാനങ്ങൾ, ഇതേ സംബന്ധിച്ച് അദ്ദേഹത്തെ 2 തവണ രഹസ്യമായി ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പം തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിൻ്റെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച PS പ്രശാന്തിൻ്റെ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപങ്ങളും തീരുമാനങ്ങളും അന്വേഷിക്കാതെ, അതുപോലെ തന്നെ വൻ തോക്കുകളിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക്, ഇപ്പോഴത്തെ മന്ത്രിയിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമാവുകയാണ്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ ചുട്ട മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രത്തിൽ വീണ്ടും പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയാണ് പരിശോധന നടത്തുന്നത്. ദേവസ്വം സ്ട്രോങ് റൂമിലാണ് പരിശോധന. കൊച്ചി മെട്രോ തൂണിൽ 2 ആഴ്ചയിലധികം കുടുങ്ങിയ പൂച്ച ചെല്ലാനം അനിമൽ റെസ്ക്യൂ സെന്ററിൽ നിരീക്ഷണത്തിൽ. 14 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിൽ പുലർച്ചെ 1:30യോടെയാണ് ഫയർഫോഴ്സും സംഘവും അനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളും ചേർന്ന് പൂച്ചയെ താഴെയിറക്കിയത്. ഇന്നലെ പകൽ 11 മണിയോടുകൂടി തുടങ്ങിയ രക്ഷാദൌത്യം അവസാനിച്ചത്
ഏകദേശം പുലർച്ചെ 1:30 മണിയോട് കൂടിയാണ്. 11 മണിയോട് കൂടി പൂച്ചയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ട്രാഫിക് ജാമും അതുപോലെ മെട്രോയുടെ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായി ബാധിച്ചതുകൊണ്ട് തന്നെ അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. അതേസമയം മൃഗസ്നേഹികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും ഒരു 3:30 കൂടി വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ് കംപ്ലൈന്റ് ആയത് പിന്നീടും രക്ഷാദൗത്യത്തെ സാരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പുതിയ ലിഫ്റ്റ് കൊണ്ടുവന്ന ശേഷം പൂച്ചയെ തിരഞ്ഞെങ്കിലും പൂച്ച ഗർഡറുകൾക്കിടയിലുള്ള ഹോളിലേക്ക് കയറിപ്പോയത് കൊണ്ട് തന്നെ രക്ഷാദൗത്യത്തിന് അത് വിഘാതം സൃഷ്ടിച്ചു. തുടർന്നാണ് രാത്രി 11:30 ശേഷം മെട്രോ സർവീസുകൾ അവസാനിച്ച ശേഷം വീണ്ടും പൂച്ചയെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കാമെന്നുള്ള തീരുമാനമായത്. അപ്പോഴും വലിയ പ്രതിഷേധം മൃഗസ്നേഹികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും അത് കൊച്ചി നഗരത്തെ തന്നെ സ്തംഭനാവസ്ഥയിലാക്കുന്ന തരത്തിലുള്ള ട്രാഫിക് ജാമും അതുപോലെ മെട്രോ സർവീസ് പൂർണ്ണമായും വൈദ്യുത ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് പൂർണ്ണമായും നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് രാത്രിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ രാത്രിയിലും കനത്ത മഴ ഈ ദൗത്യത്തിന് വിഘാതം സൃഷ്ടിച്ചു എന്ന് വേണം പറയാൻ. എന്നിരുന്നാലും പിന്നീട് ഒരു 1:30 പുലർച്ചെ 1:30 കൂടിയാണ് പൂച്ചയെ പിടികൂടാനായത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പൂച്ച ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്, ഈ തൂണുകൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആളുകൾക്ക് അതിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ റീച്ചബിൾ ആയിരുന്നു. പക്ഷേ പിന്നീട് പൂച്ച ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യവും ഈ ആൾക്കൂട്ടം രക്ഷാദൗത്യത്തിനായി ആൾക്കൂട്ടം കൂടുമ്പോൾ അത് വീണ്ടും അതിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, അതായത് പൂച്ച ഭയന്ന് ഗർഡറുകൾക്കിടയിലേക്ക് ഉള്ള ഹോളിലേക്ക് കയറിപ്പോയതിനെ രക്ഷാദൗത്യത്തെ ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് രാത്രിയിലാണ് ഈ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നെങ്കിലും രാത്രി തോപ്പുംപടിയിലുള്ള ആശുപത്രിയിൽ പൂച്ചയെ എത്തിച്ചു. തുടർന്ന് പൂച്ച ഇപ്പോൾ ആനുവൽ റെസ്ക്യൂ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പൂച്ചയുടെ ആരോഗ്യനില പൂർണ്ണമായും ആരോഗ്യവാനായി തന്നെയാണ് പൂച്ച ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കനത്ത മഴയിൽ ചോർന്നൊലിച്ച് കലൂർ സ്റ്റേഡിയം. നവീകരണത്തിൽ സർവത്ര വീഴ്ചയാണ്. പുതിയതിനു പകരം പഴയ ചെയറിൽ പെയിന്റ് അടിച്ചു. മേൽക്കൂരയുടെ നിർമ്മാണവും തട്ടിക്കൂട്ടാണ്. കനത്ത മഴയിൽ ചോർന്നൊലിക്കുന്ന കലൂർ സ്റ്റേഡിയമാണ് നമ്മൾ കാണുന്നത്. കോടികൾ ചെലവഴിച്ചുള്ള നവീകരണം അത് ഒരു തരത്തിലും സ്റ്റേഡിയത്തിൻ്റെ ഗുണകരമായ രീതിയിൽ വന്നിട്ടില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. നവീകരണത്തിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സംസാരിക്കുന്ന ദൃശ്യങ്ങളായി തന്നെ നമുക്കിതിനെ കാണാം. ഇന്നലെ പെയ്ത ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിച്ചിരിക്കുകയാണ് സ്റ്റേഡിയം. പുതിയതിന് പകരം പഴയ ചെയറിൽ തന്നെ പെയിന്റ് അടിച്ച നിലയിലാണ് സ്റ്റേഡിയം ഉള്ളത്. ഇപ്പോൾ മേൽക്കൂരയുടെ നിർമ്മാണത്തിലാണ് ഏറ്റവും വലിയ അപാകത ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മേൽക്കൂര തകർന്ന് അവിടേക്ക് വെള്ളം ശക്തിയായി പ്രവഹിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. തട്ടിക്കൂട്ട് നവീകരണമാണ് അവിടെ നടന്നത് എന്നതാണ് ഇതിലൂടെ തെളിയുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആദ്യത്തെ മഴയിൽ തന്നെ ചോർന്നൊലിക്കുകയാണ് സ്റ്റേഡിയം. നവീകരണത്തിലെ വലിയ പാളിച്ചയാണോ ഇതിലൂടെ മനസ്സിലാകുന്നത്? രേണുക, അങ്ങനെ വേണം പറയാൻ. അതായത് നവീകരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് കലൂർ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ നമുക്കറിയാം. ഇന്നലെ ഒരു 9 മണിക്ക് തുടങ്ങിയ മഴ രാത്രി 12 മണി വരെ നീളുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ അളവിലാണ് വെള്ളം സ്റ്റേഡിയത്തിലേക്ക് വീണത്. ചോർന്നൊലിക്കുന്ന സാഹചര്യം തന്നെയാണ്. നവീകരണത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ളതാണ് വിലയിരുത്തൽ. അതുമാത്രമല്ല, പുതിയതിന് പകരം പഴയ ചെയറിൽ പെയിന്റ് അടിച്ചു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ആരോപണം.
മേൽക്കൂരയുടെ സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയുടെ നിർമ്മാണം തട്ടിക്കൂട്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അത് വലിയ തരത്തിലാണ് മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം സ്റ്റേഡിയത്തിലേക്ക് ചോർന്നു വരുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നുള്ള ആരോപണം ശക്തമാണ്. ഈ സ്റ്റേഡിയം നിർമ്മാണവുമായും സ്റ്റേഡിയത്തിൻ്റെ നവീകരണവുമായും ബന്ധപ്പെട്ടും നിരവധി വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചു നൽകുന്ന പുതുക്കി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ നവീകരണത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വലിയ വീഴ്ചയാണ് നവീകരണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഒരു മഴ പെയ്തപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രേണുക. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ ചർച്ചയിൽ ഉയരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിൽ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ടാണ് കൂടിക്കാഴ്ച നടക്കുക. വൈകിട്ട് പ്രധാനമായി സംസ്ഥാനത്തിന്റെ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്നും അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കങ്ങൾ, ഇതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ചോദിച്ചറിയും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട് പതിവായി എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും നടത്താറുള്ള ഒരു അവലംബിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഏത് ഫോഴ്സിനെ ഏത് തരത്തിൽ എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം, പ്രശ്നബാധിത ബൂത്തുകൾ എത്രയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഒരു റിപ്പോർട്ട് തേടുന്നത് പതിവാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും അത്തരം വിശദാംശങ്ങൾ തേടും. 3 പേരിൽ നിന്നായിട്ടായിരിക്കും, അതായത് പ്രധാനമായി DGP, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി, ഇവരിൽ നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുക. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 2.69 കോടി ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 9 ലക്ഷം പേരാണ് പുറത്തു പോയിരിക്കുന്നത്. ആ 9 ലക്ഷം പേരിൽ എത്ര പേർക്ക് ഇനി പട്ടികയിലേക്ക് വരാം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക, അവരുടെ തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനകൾ യഥാക്രമം പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെച്ച ആശങ്കകളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും അതിൽ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേമത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് സ്ഥാനാർത്ഥിയാകാനാണ് തന്റെ ആഗ്രഹമെന്നും ദേശീയ നേതൃത്വം അനുവാദം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. LDF UDF മുന്നണികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടില്ല. മാറാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് കോൺഗ്രസ് സീറ്റ് കൈമാറ്റ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. ചേലക്കര, കോങ്ങാട് സീറ്റുകൾ കൈമാറാൻ ധാരണയായെങ്കിലും തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകളെ ചൊല്ലി തർക്കം തുടരുകയാണ്. പുനലൂരിന് പകരം ലീഗിന് ഏത് സീറ്റെന്ന കാര്യത്തിലും ഇതുവരെ ധാരണയായിട്ടില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഡൽഹിയിൽ ഉടൻ ചേരാനിരിക്കെ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ആദ്യ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി. കോൺഗ്രസുമായിട്ടുള്ള സീറ്റ് വിഷയത്തിലെ ഉഭയകക്ഷി ചർച്ചകൾക്കായി PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിവരമെങ്കിൽ അദ്ദേഹം ആ യാത്ര മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആഴ്ച തന്നെ അദ്ദേഹം ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസുമായി വലിയ തർക്കങ്ങളില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി ചർച്ച നടക്കുന്നത് പ്രധാനമായിട്ടും തിരുവമ്പാടി സീറ്റിനെ ചൊല്ലിയാണ്. തിരുവമ്പാടിയും പട്ടാമ്പിയും വെച്ചു മാറുന്നത് സംബന്ധിച്ച് ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല.
അറിയിച്ചിട്ടില്ല. തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷേ ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് അവർക്ക് പകരം പട്ടാമ്പി നൽകണമെന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് താഴെ ഘടകങ്ങൾ, അതായത് ലീഗിന്റെ തിരുവമ്പാടി ഘടകവും അതേപോലെ കോൺഗ്രസിന്റെ പട്ടാമ്പി മേഖലയിലുള്ളവരും അത്ര അനുകൂലമായിട്ടുള്ള നിലപാടല്ല നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സീറ്റ് തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കണമെങ്കിൽ പകരം പട്ടാമ്പി വേണം എന്ന നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വം ഉറച്ച് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ധാരണയായിട്ടുള്ളത് ഈ കോങ്ങാടും ചേലക്കരയും വെച്ചുമാറുക എന്നുള്ള കാര്യത്തിലാണ്. രണ്ടിടങ്ങളിലും കഴിഞ്ഞ തവണ UDF വിജയിച്ചിട്ടില്ല. LDFിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ കോങ്ങാട് ലീഗ് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ LDF വിജയിച്ചത്. ലീഗിന് വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. ചേലക്കരയിലും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഈ 2 സീറ്റുകൾ കോങ്ങാടും ചേലക്കരയും ലീഗും കോൺഗ്രസും വെച്ചുമാറുന്നതിന്റെ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അത് പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി സീറ്റ് ലഭിക്കുന്നതോടെ കോങ്ങാടിന് പകരം പട്ടാമ്പി സീറ്റ് എന്ന് പറയുന്നതോടെ പാലക്കാട് ജില്ലയിൽ ലീഗിന് 2 സീറ്റിൽ മത്സരിക്കാവുന്ന സാഹചര്യം. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലും ലീഗിന് 2 സീറ്റ് ചേലക്കരയും ഗുരുവായൂരും ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തരത്തിലേക്കുള്ള ധാരണയ്ക്ക് ലീഗ് കോൺഗ്രസുമായി ഏകദേശം കൈ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. പക്ഷേ ഇപ്പോഴും ചർച്ച പൂർത്തിയാകാനുള്ളത് തിരുവമ്പാടിയും പട്ടാമ്പിയും തന്നെയാണ്. ഇത് ഏറെ വൈകാതെ ഇക്കാര്യത്തിൽ ധാരണയാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുസ്ലിം ലീഗിനുള്ളിൽ നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമേ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് ലീഗ് കടക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഇനി പൂർത്തിയാക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പുനലൂർ സീറ്റിന് പകരം മറ്റേത് സീറ്റ് എന്നുള്ളതാണ്. ലീഗ് ആവശ്യപ്പെടുന്നത് ചടയമംഗലമോ ഇരുവിപുരമോ ഒക്കെയാണ്. പക്ഷേ അതൊക്കെ കോൺഗ്രസിന് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവിടെയും ഉഭയകക്ഷി ചർച്ചകളുടെ ആവശ്യമുണ്ടാകും. അങ്ങനെ സീറ്റ് വെച്ചു മാറുന്നതിൽ പുനലൂരിന് പകരം ഏത് സീറ്റ് എന്ന കാര്യത്തിൽ കൂടി ഒരു ധാരണയാകേണ്ടതുണ്ട്. ഒപ്പം ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമേ ലീഗിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കൂ എന്നുള്ള വിവരമാണ് അറിയാനാവുന്നത്. ടേം വ്യവസ്ഥയിൽ കർശന നിലപാട് സ്വീകരിച്ചേക്കില്ല എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടം വരേക്കും നമുക്ക് നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 10 സീറ്റ് തന്നെ നൽകാൻ ധാരണ. ജോസഫ് വിഭാഗത്തിന്റെ സീറ്റുകൾ ഏറ്റെടുത്താൽ സഭാ നേതൃത്വം ഇടയും എന്നതാണ് കോൺഗ്രസിനെ കുഴപ്പിക്കുന്നത്. എന്നാൽ ചില സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട്. ജോസഫ് വിഭാഗവുമായി ഈ സീറ്റ് നിർണയം സംബന്ധിച്ച്, അതായത് 10 സീറ്റുകൾ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ ഇത്തവണയും കൊടുക്കാനാകില്ല എന്ന ചർച്ചകൾ ആദ്യഘട്ടത്തിൽ അത്തരം ചർച്ചകൾ പരന്ന സമയത്ത് കോൺഗ്രസ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഉറപ്പായും കോൺഗ്രസ് ക്യാമ്പിലേക്ക്, കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ ആ ചർച്ച പാതി വഴിയിൽ വഴിമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ അക്ഷരാർത്ഥത്തിൽ അത് ജോസഫ് വിഭാഗത്തിനൊരു ഗുണമായി മാറുകയായിരുന്നു. കാരണം അവരുടെ ക്ലെയിമിൻ്റെ ഒരു ആക്കം കൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. സിറോ മലബാർ സഭ, പ്രത്യേകിച്ച് കോതമംഗലം രൂപത അടക്കം നിർണായകമായി തെരഞ്ഞെടുപ്പിൽ അവരുടെ കൃത്യമായ ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത മുമ്പിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ അത് സഭയും അതോടൊപ്പം തന്നെ ഈ ജോസഫ് വിഭാഗത്തെയും ഒരുപോലെ പിണക്കുന്നതിന് തുല്യമാകുമോ എന്നൊരാശങ്കയാണ് നേതൃത്വത്തിന് മുമ്പിലുണ്ടായത്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം മറ്റു ഉപാധികളൊന്നും കേരള കോൺഗ്രസിന് മുമ്പിൽ വെച്ചിട്ടില്ല. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ജയസാധ്യതയുള്ള, കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളിൽ മത്സരിപ്പിക്കാവൂ എന്നൊരു കാര്യം മാത്രമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ കാര്യം കേരള കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഇടുക്കി, അതോടൊപ്പം കോതമംഗലം, അതോടൊപ്പം ഇരിങ്ങാലക്കുട, ഈ 3 മണ്ഡലങ്ങളിൽ ജയസാധ്യതയുള്ള, കോൺഗ്രസിന് കൂടി സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രദ്ധിക്കണം എന്ന ഒരു നിർദ്ദേശമാണ്, അത്തരത്തിലുള്ള ഒരു ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ കന്റോൺമെന്റ് ഹൗസിൽ വെച്ച് ചേർന്ന നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഇതുവരെ ചർച്ചകൾ നടന്നില്ല. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഈ ആഴ്ച കേരള കോൺഗ്രസ് നേതൃത്വവുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയേക്കും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ വെച്ചുമാറാനുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇപ്പോൾ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ്. അത് നിലവിൽ പ്രിൻസ് ലൂക്കോസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഏറ്റുമാനൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് പകരം
അവിടേക്ക് പൂഞ്ഞാർ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ താല്പര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ അവിടെ ടോമി കല്ലാരിയാണ് മത്സരിച്ചത്. വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് അവിടെയുള്ളത്. സ്വാഭാവികമായി ഏറ്റുമാനൂരിലെ രാഷ്ട്രീയ സാഹചര്യവും നമുക്കറിയാം. DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിൻ്റെ പേരടക്കം കോട്ടയത്ത് പറഞ്ഞു കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സീറ്റ് വെച്ചുമാറലിനോട് പ്രാദേശിക നേതൃത്വങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ അവരൊക്കെ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഈ ആഴ്ച ഒരു കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയേക്കും. അങ്ങനെയെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകളിലും ഒരു അന്തിമ ധാരണ ഉണ്ടാകാനാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ UDFന്റെ ഭാഗമാക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അവകാശവാദത്തിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അവിടെ സഭകളുടെ നിലപാടുകൾ കൂടി കൃത്യമായി കോൺഗ്രസിന്റെ കണക്കിലെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത, കോതമംഗലം അതിരൂപതയൊക്കെ അതിൽ നിർണായകമായ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച അത്രയും സീറ്റുകൾ വിട്ടു നൽകാൻ തന്നെയാണ് സാധ്യതയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ ഒരു ക്ലെയിം, ഒരു ഉപാധി കോൺഗ്രസ് നേതൃത്വം മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി പറഞ്ഞാൽ ഇടുക്കി, കോതമംഗലം, ഇരിങ്ങാലക്കുട സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്താവൂ, അല്ല എങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കും എന്ന ഒരു ക്ലെയിമാണ് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ MLAയുമായ A. പ്രദീപ് കുമാർ വീണ്ടും നിയമസഭാ പോരാട്ടത്തിന്. കോഴിക്കോട് നോർത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും. കോൺഗ്രസ് നേതാവ് K. ജയന്താകും UDF സ്ഥാനാർത്ഥി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തോടെ 25 വർഷത്തിന് ശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായി കോൺഗ്രസിന് MLAമാരില്ലാത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല. ഇത്തവണ ആ സ്ഥിതിക്ക് മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയത്തിലാണ് UDF ഉള്ളത്. കോഴിക്കോട് നോർത്തിൽ നിന്നും 2001 വിജയിച്ച A. സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും വിജയിച്ച P. ശങ്കരനുമായിരുന്നു കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള അവസാന MLAമാർ. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നോർത്ത് കോൺഗ്രസിന് പിടിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം UDFന് കോഴിക്കോട് കോർപ്പറേഷനിൽ വരുത്താൻ കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് മാത്രം 50 സീറ്റോടുകൂടി ഭരണം നടത്തിയ CPMന് ഇത്തവണ കേവല ഭൂരിപക്ഷം തനിച്ച് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. BJPയും കോൺഗ്രസും നില വലിയ തോതിൽ മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായിരിക്കുന്ന നേരിയ മാറ്റമാണെങ്കിൽ പോലും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. CPMന്റെ വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 6% ഇടിവ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡുകളാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടിരിക്കുന്നതും കോഴിക്കോടിൻ്റെ നഗരഹൃദയമാണ് താനും. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പോരാട്ടം നടത്തി വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക പരിശോധിക്കുമ്പോൾ ഒറ്റ പേരിലേക്കാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. KPC ജനറൽ സെക്രട്ടറിയായ K. ജയന്ത് കോഴിക്കോട് നോർത്തിൽ നിന്നും മത്സരിക്കും എന്നതാണ് നിലവിലെ ധാരണ. മറ്റ് കാര്യമായ ആളുകൾ ഈ സീറ്റിന് വേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുമില്ല. കഴിഞ്ഞ തവണ KSU നേതാവായിരുന്ന KM അഭിജിത്തായിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചത്. എന്നാൽ അഭിജിത്ത് ഇത്തവണ നാദാപുരം അടക്കമുള്ള മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയന്തിൻ്റെ പേരിന് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ജയന്തായിരുന്നു. ഒപ്പം പ്രാദേശിക തലത്തിൽ ഈ ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് ജയന്തിന് അനുകൂല ഘടകമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ പേരുകൾ ഉയർന്നു വന്നാൽ മാത്രമാവും ജയന്തിനെ മാറ്റി മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്ത കോഴിക്കോട് നോർത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായി CPM ജയിച്ചു വരുന്ന ഒരു സീറ്റായതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കൾ കാര്യമായി അവകാശവാദം ഈ സീറ്റിനായി ഉന്നയിക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും കടുത്ത പോരാട്ടത്തിൽ കൂടി മാത്രമേ മണ്ഡലം ജയിക്കാൻ കഴിയൂ എന്ന് UDFന് കണക്കൂട്ടലുണ്ട്. കാരണം കഴിഞ്ഞ 4 തവണയും CPM സ്ഥാനാർത്ഥികളാണ് മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. A. സുജനപാലിനെ തോൽപ്പിച്ചാണ് ആദ്യമായി
എ പ്രദീപ് കുമാർ മണ്ഡലത്തിൽ നിന്നും MLA ആവുന്നത്. അദ്ദേഹം തുടർച്ചയായി 3 തവണ വിജയിച്ചു. കഴിഞ്ഞ തവണ മുൻ മേയർ കൂടിയായ തോട്ടത്തിൽ രവീന്ദ്രനാണ് സീറ്റിൽ നിന്നും മത്സരിച്ച് വിജയിക്കുകയും ചെയ്തത്. താരതമ്യേന മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ എ പ്രദീപ് കുമാറിനെ വീണ്ടും നിയമസഭയിൽ എത്തിക്കണം എന്നൊരു നിലപാടിലേക്കാണ് CPM എത്തുന്നത്. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി അടക്കം അല്ലെങ്കിൽ ഹൈടെക് സ്കൂൾ നിർമ്മാണം അടക്കമുള്ള പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന് നൽകിയത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് നൽകിയത് എ പ്രദീപ് കുമാറാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേവായൂരിൽ പുതിയ അവയവദാന ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലും മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യം പറയുകയും ചെയ്തു. അവയവദാന ആശുപത്രി എന്ന ആശയം തനിക്ക് മുന്നിൽ വെച്ചത് എ പ്രദീപ് കുമാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതൽ ചുമതലകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്ന സൂചനകൾ തന്നെ CPM നൽകുന്നുമുണ്ട്. കഴിഞ്ഞ തവണ MT രമേശും കാര്യമായ വോട്ട് പിടിച്ചിരുന്നു. 9,000 വോട്ടിൽ നിന്നും ഏതാണ്ട് 30,000 വോട്ടിലേക്ക് BJPയുടെ വോട്ട് വീതം കോഴിക്കോട് നോർത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണ 13 ഇടങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ ഏറിയ പങ്കും കോഴിക്കോട് നോർത്തിൻ്റെ കീഴിൽ വരുന്ന ഇടങ്ങളുമാണ്. അതുകൊണ്ട് BJPയും കാര്യമായ പോരാട്ടം നടത്തും. എന്തായാലും ഒരു തീപാറുന്ന പോരാട്ടം ഇത്തവണ കാഴ്ചവെക്കാം. അതിലൂടെ വിജയത്തിലേക്ക് എത്താം എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത്. കെ ബാബു പിന്മാറിയതോടെ തൃപ്പൂണിത്തുറയിൽ പ്രതീക്ഷയുമായി ഇടതുമുന്നണി. വ്യക്തിപ്രഭാവത്തിൽ കെ ബാബു സമാഹരിച്ചിരുന്ന വോട്ടുകൾ ഇല്ലാതാകുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുമാണ് ഇടതിന്റെ പ്രതീക്ഷ കൂട്ടുന്നത്. കെ ബാബു പിന്മാറിയതോടെ സ്ഥാനാർത്ഥി മോഹികളുടെ സമ്മർദ്ദമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ. കനത്ത ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കെ ബാബു മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം കൂടിയെടുത്തോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് UDF. അതേസമയം കഴിഞ്ഞ 1991 മുതലുള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി കെ ബാബു ആ മണ്ഡലം കൈവശം വെച്ചതും 2016 ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ബാബുവിന്റെ കയ്യിൽ നിന്നും ആ മണ്ഡലം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും 7 തെരഞ്ഞെടുപ്പിൽ 6 എണ്ണവും ബാബുവിനൊപ്പം തന്നെ നിന്ന ചരിത്രമാണ് മണ്ഡലത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ UDFന് അത് സിറ്റിംഗ് മണ്ഡലം എന്നുള്ള ഒരു കൺസിഡറേഷനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ബാബുവിനെ പോലെ ശക്തനായ ഒരാളെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് UDFന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അതാണ്. അതേസമയം ബാബുവിന് കൂടി താല്പര്യമുള്ള ആളെ നിർത്തുകയുള്ളൂ എന്നും കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത് 2 ദിവസം മുൻപാണ് കെ ബാബു വ്യക്തമായി തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തനിക്ക് മത്സര രംഗത്തേക്ക് ഇനി താനില്ല എന്നുള്ള കാര്യം വ്യക്തമായി അറിയിച്ചത്, അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെന്ന് അദ്ദേഹം കെ ബാബു മുതിർന്ന നേതാക്കളുമായി ഇക്കാര്യം നേരത്തെ തന്നെ കൂടിക്കാഴ്ച നടത്തിയതുമാണ്, ഇക്കാര്യം ചർച്ച ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യമാണ്. M. ലിജുവിന്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ രാജു പി നായരുടെ പേര് സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. രമേശ് പിഷാരടിയുടെ പേര് സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആന്റണി ആശാമ്പറമ്പിൽ, മുൻ മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിലിന്റെ പേരും തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. BJPയെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണം BJPക്ക് പിടിച്ചെടുക്കാനായത് വലിയ കോൺഫിഡൻസ് ആണ് BJP കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആരാണ് തൃപ്പൂണിത്തുറയിൽ BJPയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ വളരെ ആലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും സ്റ്റാർ വാല്യുള്ള കാൻഡിഡേറ്റ്സിനെ നിർത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. പറഞ്ഞു കേൾക്കുന്ന പേരുകൾ മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് കേൾക്കുന്നു, M. ശിവശങ്കരന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ TP സിന്ധുമോളുടെ പേര് കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആർക്കാണ് കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ളത്? നേരത്തെ ആ മണ്ഡലത്തിൽ മത്സരിച്ച KS രാധാകൃഷ്ണൻ തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായേക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും BJP 23,000 ചില്ലുവാൻ വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത്. KS രാധാകൃഷ്ണൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷെ അതിനു മുൻപും തുറവൂർ വിശംഭരൻ നേടിയിട്ടുള്ള വോട്ടിലേക്ക് BJP എത്തിയാൽ വലിയ പ്രതിസന്ധിയായിരിക്കും LDFനും UDFനും ഉണ്ടാവുക. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2016 M. സ്വരാജ് ബാബുവിനെ തോൽപ്പിക്കുമ്പോൾ ഉണ്ടായ വോട്ട് കൂടി മറിച്ചപ്പോൾ UDFന് 1992 വോട്ടാണ് UDF നേടിയത്. ആ വോട്ട് ഒരുപക്ഷെ BJPക്ക് മറിക്കാനായെങ്കിൽ ഈ മത്സരം വലിയ പ്രതിസന്ധിയിലാകും, കടുക്കും എന്നുള്ളതാണ്. LDFനെയും UDFനെയും വലിയ പ്രതിസന്ധിയിലാക്കും. LDF മുന്നോട്ട് വയ്ക്കുന്നത് M. അനിൽകുമാറിന്റെ പേരാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ള 2 നഗരസഭകൾ, മരട് നഗരസഭയും തൃപ്പൂണിത്തുറ നഗരസഭയും, അതുപോലെ 2 പഞ്ചായത്തുകൾ, ഉദയംപേരൂർ പഞ്ചായത്തും കുമ്പളം പഞ്ചായത്തും, കൊച്ചിൻ കോർപ്പറേഷന്റെ ചില വാർഡുകൾ, അതായത്
കടേഭാഗം മുതൽ ഉള്ള ചില വാർഡുകൾ ഇതൊക്കെയാണ് ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുള്ളത്. ഇതിൽ ഈ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒപ്പമായിരുന്നു മണ്ഡലം നിന്നതെങ്കിൽ പോലും വോട്ടിന്റെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. അത് ഏത് സമയത്തും LDFന് മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കെയിലാണ്, ഒരു മാർജിനാണ് എന്ന് വേണം പറയാൻ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ മത്സരമായിരിക്കും ഉണ്ടാവുക. ഉദയംപേരൂർ ഭാഗത്തെ ഈഴവ വോട്ടുകൾ ലക്ഷ്യമിട്ടും അതുപോലെ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല ലാറ്റിൻ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ, അതുപോലെ അപ്പർ ക്ലാസ് വോട്ടുകൾ, നായർ, വർമ്മ തുടങ്ങിയ തൃപ്പൂണിത്തുറ പാലസുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ, ഇതൊക്കെയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ സ്ഥിതി തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ 3 മുന്നണികളും വലിയ പ്രതിസന്ധിയായിരിക്കും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിലും നേരിടുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. തൊണ്ടി മുതൽ നശിപ്പിച്ചെന്ന കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി മുൻ MLA ആന്റണി രാജു. സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. തെളിവുകൾ വിചാരണ കോടതിയും സെഷൻസ് കോടതിയും പരിഗണിച്ചില്ല എന്നതാണ് വാദം. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സെഷൻസ് കോടതിയുടെ നടപടി. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല. MLA സ്ഥാനത്ത് നിന്ന് ഇത് കാരണം അയോഗ്യനാക്കപ്പെട്ടു. കോടതി വിധി മരവിപ്പിക്കാതെ നിയമസഭാംഗത്വം പുനഃസ്ഥാപിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നും ആന്റണി രാജു ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ പറയുന്നു. ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം നേരത്തെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. 3 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിലെ അലിയൻസ് ഹോട്ടലിൽ അക്രമം. ഭക്ഷണം കഴിക്കാനെത്തിയ മദ്യലഹരിയിലായിരുന്ന 3 യുവാക്കളാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ഭക്ഷണം കഴിച്ച് പണം നൽകാത്തത് ജീവനക്കാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിനുള്ള കാരണം. 650 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ച യുവാക്കൾ പണം നൽകാതെ കടന്നുകളയാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഹോട്ടൽ ജീവനക്കാരെ യുവാക്കൾ മർദ്ദിക്കുകയും കട അടിച്ചു തകർക്കുകയുമായിരുന്നു. ഹോട്ടൽ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിരുന്ന ജീവനക്കാരനായ ഷംനാദിനെ യുവാക്കൾ ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുകയും ഹോട്ടലിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന അലമാര അടിച്ചു തകർക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. യുവാക്കളിൽ ഒരാളെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 പേർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ആലിൻ ഷെരീൻ എബ്രഹാമിനെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവയവദാനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആലിൻ യാത്രയായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിനേക്കാൾ ദുഃഖം രക്ഷകർത്താക്കൾക്ക് മറ്റൊന്നില്ല. ആഴമേറിയ ദുഃഖത്തിനിടയിലും ആലിൻ വിട പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ നൽകിക്കൊണ്ടാണ്. മാതാപിതാക്കളുടെ ത്യാഗത്തെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. ആലിനിലൂടെ വൈദ്യശാസ്ത്ര ഗവേഷണത്തിനും ഊർജ്ജം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസമിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാനും മുൻ PCC അധ്യക്ഷനുമായ ഭൂപേൻ ബോറ BJPയിൽ ചേർന്നു. ഗുവാഹത്തിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഭൂപേൻ ബോറ BJP അംഗത്വമെടുത്തത്. കോൺഗ്രസ് അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയെന്നും ഭൂപേൻ ആരോപിക്കുന്നു. സുപ്രീംകോടതി വിധിയിലും പത്തി മടക്കാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള തീരുവ 10% പിന്നാലെ 15% ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം. ഇതോടെ ഇന്ത്യയുടെ വ്യാപാര കരാറിലെ വ്യവസ്ഥകൾക്കടക്കം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കും. വികസനത്തിനായി ഹിൽ ഹൈവേ റൺ. ആവേശമായി ബോളിവുഡ് നടനും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിൻ സോമൻ നയിച്ച ഹിൽ ഹൈവേ റൺ. ഇടുക്കിയിലെ മലയോര ഹൈവേയുടെ പ്രചാരണാർത്ഥമായിരുന്നു കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കിഫ്ബി വഴി 235 കോടി രൂപ ചെലവഴിച്ചാണ് കുട്ടിക്കാനം ചപ്പാത്ത് കട്ടപ്പന പാത പൂർത്തീകരിച്ചത്. മിലിന്തിനൊപ്പം ഒരു നാടൊന്നാകെ ഓടിയപ്പോൾ ഹിൽ ഹൈവേ റൺ ഉത്സവമായി മാറി. ഹിൽ ഹൈവേ റൺ പൂർത്തിയാകുമ്പോൾ അതൊരു പുതിയൊരു അധ്യായം കൂടിയാകുകയാണ്. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരേടാണ് സത്യത്തിൽ കിഫ്ബി മലയോര ഹൈവേയിലൂടെ എഴുതി ചേർക്കുന്നത്. ഏതാണ്ട് 40 കിലോമീറ്ററോളം ദൂരം കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പന ചപ്പാത്ത് വരെയുള്ള ദൂരം പൂർത്തിയാകുമ്പോൾ അത് മികച്ച നിലവാരത്തിൽ, അന്തർദേശീയ നിലവാരത്തിൽ കിഫ്ബിക്ക് പണിതീർക്കാൻ അത് കഴിഞ്ഞിരിക്കുന്നു. 200 കോടിയിലധികം രൂപ ഇതിനെ ചെലവഴിച്ചു.
വലിയ രീതിയിൽ തന്നെ അത് ജനങ്ങൾക്ക് സഞ്ചാരാശ്രയമാകുന്ന ഒരു പദ്ധതിയാണെന്ന് പരക്കെ അത് പറയപ്പെടുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ആ റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹിൽ ഹൈവേ സംഘടിപ്പിക്കുന്നത്. അത് പൂർത്തിയാകുമ്പോൾ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം അതിനുണ്ടാകുന്നു. പലയിടങ്ങളിലും മിലൻസ്മെന്റ് നേതൃത്വത്തിൽ നടത്തിയ മാരത്തണിന് വിപുലമായ സ്വീകരണം നൽകുകയും എല്ലാം തന്നെ ചെയ്തു. അദ്ദേഹം പറഞ്ഞത് മികച്ച നിലവാരത്തിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ പകുതിയിലധികം ദൂരം നഗ്നപാതനായി താൻ പിന്നിട്ടത് റോഡുകളുടെ ഒരു ഗുണനിലവാരം തന്നെ തെളിയിക്കുന്നതാണ്. കൂടുതൽ ആളുകൾ പങ്കെടുത്തതിലുള്ള സന്തോഷവും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. So the highway, of course, was very beautiful. I ran barefoot. I did not even run with shoes. I enjoy running barefoot, but only where the road is very, very smooth and very, very, there is no roughness. And this road was perfect for barefoot running. So if a barefoot runner can run on this road, then it is good for anything. And of course, what can I say about the nature? We ran through the hills and there was a beautiful mist and the trees. And I think the people of this area are taking good care of the natural beauty. കട്ടപ്പനയിലേക്ക് എത്തുന്നത് ചപ്പാത്തിൽ നിന്ന് നൽകിയ സ്വീകരണത്തിന് ശേഷം പിന്നീട് ജീപ്പ് റാലിയോടുകൂടിയാണ് ഇവിടേക്ക് കട്ടപ്പനയിൽ അത് സമാപിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ആളുകൾക്കൊപ്പം അദ്ദേഹം നടന്നുകൊണ്ട് ഇവിടേക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. മറ്റ് 2 പദ്ധതികൾ കൂടി, അതിൽ റോഡുകളുടെ പൂർത്തീകരണം സംബന്ധിയായ കാര്യത്തിലുള്ള പ്രഖ്യാപനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഇതോടൊപ്പം തന്നെയാണ് ഇനിയുള്ള തുരങ്കപാതയുടെ സാധ്യതാ പഠനം അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നു. അത് മന്ത്രി കെ ബാലഗോപാൽ അത് ഓൺലൈനിലൂടെ നിർവഹിച്ചു. റോഡ് നവീകരണ പ്രവർത്തികൾക്ക് മാത്രമായി 35,000 കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നീക്കിവെച്ചിട്ട്. ബജറ്റ് ഫണ്ട് മാത്രമല്ല, കിഫ്ബി ഫണ്ട്, നബാർഡ് ഫണ്ട്, റീബിൽഡ് കേരള, CRIF തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായി സംസ്ഥാനത്തെ റോഡ് വികസനം കൂടുതൽ സാധ്യമാക്കാനായി റോഡ് നിർമ്മാണ മേഖലയിൽ മാത്രമല്ല പാലങ്ങളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. നിരവധി പാലങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ വന്നത്. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഹിൽ ഹൈവേ റണ്ണിനെ ശ്രദ്ധേയമാക്കുന്നത്. വലിയ രീതിയിൽ എന്നാൽ വാ എന്ന ടാഗ് ലൈനിലൂടെ നടത്തിയ ആ ഒരു അഭ്യർത്ഥന അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിന്റെ ഭാഗമാക്കുകയും ചെയ്തു. അങ്ങനെ മികച്ച ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഹിൽ ഹൈവേ റൺ സമാപിക്കുന്നത്. കിഫ്ബി അതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു പദ്ധതികൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് മലയോര ഹൈവേ തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. നേട്ടത്തിന്റെ നെറുകയിലാണ് കിഫ്ബി. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ കാൽവയ്പാണ് കിഫ്ബിയിലൂടെ ഉണ്ടായതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഒരു പുതിയ കാൽവയ്പാണ് കഴിഞ്ഞ 10 വർഷമായി നടന്നുവരുന്ന കിഫ്ബി വഴിയുള്ള വിവിധങ്ങളായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. നമ്മൾ സ്വപ്നം കണ്ടിരുന്ന വിഴിഞ്ഞം തുറമുഖമടക്കമുള്ള ദേശീയപാതയാണെങ്കിൽ, അതുപോലെ കേരളം ഒന്നാകെ ആഗ്രഹിച്ചിരുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കിഫ്ബി വഴിയുള്ള ധനസ്രോതസ് തന്നെയാണ്. ബഡ്ജറ്റിലൂടെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പൊതുവായിട്ടും ജില്ലകളിലെ പ്രധാന പദ്ധതികളും ഏറ്റെടുക്കാറുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം തന്നെ സാമ്പത്തിക പരിമിതി കണക്കിലെടുത്തുകൊണ്ട് നിരവധി വർഷങ്ങൾ നീണ്ടുപോയാലും ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ആരംഭിക്കാനും 5 വർഷത്തിനകത്ത് ആ ഗവൺമെൻറ്റിൻ്റെ കാലയളവിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് അതിവേഗത്തിൽ നിരവധി പദ്ധതികൾക്ക് നമുക്ക് തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ പേരുക്കട കഴിഞ്ഞാൽ വഴയില മുതൽ നെടുമങ്ങാട് നിയോജക മണ്ഡലമാണ്. നഗരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മണ്ഡലമെന്ന നിലയിൽ, നഗരത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പട്ടണമെന്ന നിലയിൽ നെടുമങ്ങാടുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളുടെ വികസനം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. 9.5 കിലോമീറ്റർ വഴയില നെടുമങ്ങാട് റോഡ് ഇന്നിപ്പോൾ 4 വരിപ്പാത യാഥാർത്ഥ്യമാവുകയാണ്. 9.5 കിലോമീറ്റർ 4 വരിപ്പാത നിർമ്മാണത്തിന് വസ്തു ഉടമകൾക്ക് പണം കൊടുക്കുന്നതടക്കം 1300 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞത് കിഫ്ബിയിലൂടെയാണ്.
അതുപോലെ നെടുമങ്ങാടെന്നും MC റോഡ് NH ടച്ച് ചെയ്യുന്ന മംഗലാപുരത്തേക്ക് പോകുന്ന 19 കിലോമീറ്റർ 220-ലധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ 2 റീച്ച് പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,055 രൂപ, പവന് 96,440 രൂപ. വെള്ളി ഗ്രാമിന് 275 രൂപ, കിലോയ്ക്ക് 2,75,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.